ADM നവീൻ ബാബുവുമായി ബന്ധപ്പെട്ട കേസിൽ കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് PP ദിവ്യ ഹൈക്കോടതിയിലേക്ക്. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് സാഹചര്യ തെളിവുകളുണ്ടെന്ന് കുറ്റപത്രത്തിൽ പറയുന്നുണ്ടെന്നാണ് ദിവ്യയുടെ വാദം. അതിനിടെ റവന്യൂ മന്ത്രി K രാജനെ വെട്ടിലാക്കുന്ന കളക്ടറുടെ മൊഴിയും പുറത്തുവന്നു. ADM നവീൻ ബാബുവിനെതിരായ കണ്ണൂർ കളക്ടർ അരുൺ K വിജയന്റെ മൊഴിയാണ് കേസ് റദ്ദാക്കണമെന്ന ആവശ്യത്തിൽ PP ദിവ്യ മുഖ്യ ആയുധമാക്കുന്നത്. യാത്രയപ്പിയോഗത്തിന് ശേഷം ADMനെ കളക്ടർ ചേംബറിലേക്ക് വിളിച്ചു വരുത്തി. അവിടെ വെച്ച് ADM തന്നോട് തെറ്റുപറ്റിയെന്ന് പറഞ്ഞു എന്നതാണ് കളക്ടറുടെ മൊഴി. നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന ആരോപണം ശരിവെക്കുന്നതാണ് കുറ്റപത്രത്തിലെ കണ്ടെത്തലുകളെന്നും PP ദിവ്യ വാദിക്കുന്നു. വന്നിരിക്കുന്ന തെളിവുകൾ ഒട്ടും തന്നെ പര്യാപ്തമല്ല. ഒന്നും മാത്രമല്ല, ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തന്നെ PP ദിവ്യ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണ് എന്ന് പറയുന്ന വലിയ ശബ്ദത്തിൽ പറയുന്ന തെളിവുകൾ സാഹചര്യമുണ്ട്. കളക്ടറുടെ മൊഴിക്കൊപ്പം മറ്റൊരു പെട്രോൾ പമ്പ് ഉടമ പ്രശാന്തന്റെ മൊഴിയും കുറ്റപത്രത്തിലുണ്ട്. പ്രശാന്തൻ പറയുന്നത് ഇങ്ങനെ: യാത്രയപ്പിയോഗത്തിന് ശേഷം ADM തന്നെ ഫോണിൽ ബന്ധപ്പെട്ട് നേരിട്ട് കാണണമെന്നാവശ്യപ്പെട്ടു. നേരിട്ട് കണ്ട സമയം PP ദിവ്യയുമായി പരിചയമുണ്ടോ എന്ന് ചോദിക്കുന്നു. വലിയ പരിചയമില്ലെന്ന് മറുപടി നൽകിയ ശേഷം ADM തന്നെ പറഞ്ഞു വിടുന്നു. ADM തന്നെ ബന്ധപ്പെട്ടതിന് പിന്നിലെ ഉദ്ദേശം പ്രശാന്തൻ സംശയിക്കുന്നത് ഇങ്ങനെ: പരിചയമുണ്ടെങ്കിൽ PP ദിവ്യയുമായി സംസാരിക്കുക എന്നതാണ്. നവീൻ ബാബുവിൻ്റെ മരണത്തിൽ റവന്യൂ വകുപ്പ് നടത്തിയ അന്വേഷണത്തെയും PP ദിവ്യ തള്ളുന്നു. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറേത് പാതിവെന്ത റിപ്പോർട്ടെന്നാണ് പ്രതികരണം. ഈ ലാൻഡ് റവന്യൂ കമ്മീഷൻ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ ഹാഫ് ബോയിൽഡാണ്, പകുതി വെന്ത റിപ്പോർട്ട് മാത്രം. കാരണം അതിന് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ വേർഷൻ കേട്ടിട്ടുണ്ടോ? പ്രശാന്തിൻ്റെ വേർഷൻ കേട്ടിട്ടുണ്ടോ? PP ദിവ്യയുടെ വേർഷൻ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഏകപക്ഷീയമായി ഉണ്ടാക്കിയൊരു റിപ്പോർട്ട് തീർച്ചയായിട്ടും നിയമപരമായി നിലനിൽക്കില്ല. റവന്യൂ മന്ത്രിയുമായി ബന്ധപ്പെട്ട് കളക്ടർ പോലീസിന് നൽകിയ മൊഴി ഇങ്ങനെയാണ്: യാത്രയപ്പിയോഗത്തിന് ശേഷം ദിവ്യ നടത്തിയ ആരോപണങ്ങൾ നേരിട്ട് ഫോണിൽ വിളിച്ച് മന്ത്രിയെ ബോധിപ്പിച്ചു. ഔദ്യോഗികമായി പരാതിയുണ്ടെങ്കിൽ അന്വേഷിക്കാമെന്നതായിരുന്നു മന്ത്രി K രാജന്റെ മറുപടി. എന്നാൽ നവീൻ ബാബുവിൻ്റെ മരണത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട മന്ത്രി ഇക്കാര്യങ്ങളൊന്നും പുറത്തു പറഞ്ഞില്ല. കുറ്റപത്രത്തിലെ വിവരങ്ങൾ PP ദിവ്യയെ രക്ഷിച്ചെടുക്കാനുള്ളതാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. കളക്ടറെ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ കളക്ടർ അവർക്ക് ഒത്താശയും ചെയ്തു കൊടുക്കുക. ഈ രണ്ടും സമരസപ്പെട്ടുകൊണ്ടാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്നതാണ് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ ഇതുവരെയുള്ള പ്രതികരണം. CBI അന്വേഷണം എന്ന ആവശ്യം സുപ്രീം കോടതിയും തള്ളിയ സാഹചര്യത്തിൽ കുടുംബത്തിൻ്റെ നിലപാട് നിർണായകമാണ്. കണ്ണൂരിൽ നിന്നും ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.